എന്റെ പട്ടിക്കുമല്ല, കാറ് മേടിച്ചടി കണ്ടോടി എന്നും പറഞ്ഞു കൊണ്ടുവന്നതാ. എന്നാൽ ഇച്ച ഇതെല്ലാം കണ്ടിട്ട് പാറോല നിൽക്കുന്നല്ലോ. ഞാനൊക്കെയാണെ മനസ്താപം കൊണ്ട് ഉരുകി ചത്തേനെ. ഓ എന്തിന്? എന്റെ ഇച്ചായനാര്, ആ കള്ളം പൗത്രനാര്? അങ്ങേരുടെ പദവി എന്ത്, ഈ പുല്ലന്റെ പദവി എന്ത്? എല്ലാവർക്കും അറിയാവുന്നത് തന്നെയല്ലോ. അപ്പാ, തോമസ് കുട്ടി എവിടെ? ഇടി മോളെ, നിന്റെ കെട്ടിയവൻ എവിടെയെന്ന്? അങ്ങേരോട് ഞാൻ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇതുവല്ല അറിഞ്ഞാൽ അധികം എന്നെയും കൊണ്ട് നാക്കും. മോളെ, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. കേട്ടൊക്കെ മതി. അപ്പൻ നാണമല്ലേ വൃത്തിയത് കാണിക്കാൻ? അതും ആ ദമയന്തി. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അപ്പ എന്നോടൊപ്പം വരുന്നുണ്ടോ ഈ എല്ലും മെല്ലെല്ലാം പൂട്ടിക്കെട്ടിട്ട്? കുഞ്ഞെ, അപ്പ എന്നോടൊപ്പം വരുന്നുണ്ടോ? അതറിയാനാ ഞാനിപ്പോ വന്നേ. ഞാനങ്ങ് വന്നാലും ഞാൻ അന്വേഷിച്ചു തരും. അല്ല, വരുന്നില്ല ഒരു കാര്യം, ഞങ്ങൾ ആരും ഇങ്ങോട്ട് മേലെ അന്വേഷിച്ച് വരികയില്ല. അത് ഉറപ്പാ. ഈ നാട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ ഈ നാട്ടിൽ നിന്ന് അപ്പന് പോരാനൊക്കെയില്ല, എനിക്കറിയാതെ. എനിക്ക് അപ്പനില്ലെന്ന് ഞാൻ വിചാരിച്ചോളാം. ഓ, പോന്നവരൊക്കെ പോട്ടെ. അപ്പൻ ഒറ്റത്തടിയായിട്ട് നിന്ന് പോട് വീണോന്ന് ആശിക്കുന്ന മോള് തന്നല്ലോ. അങ്ങ് പോട്ടെ. വിഷമം അതല്ല, രക്തബന്ധം എന്ന് പറയാൻ ആകെ അതൊന്നേ ഉണ്ടായിരുന്നു. അയ്യേ, എന്തിച്ചായൻ ഇങ്ങനെ സാധുവായാലോ? എന്ത് പറ്റൂർപ്പേ? സാറിനെ കാണണമെന്ന് പറഞ്ഞു. ഒരു പെണ്ണ്. പെണ്ണോ? ഇത് മറ്റോടെ എങ്ങനെയാണല്ലോ. അതെ, സ്റ്റാൻഡില് കാറിട്ടോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഈ കൊച്ചു വന്ന് കാറേ കയറി വണ്ടി വിടാൻ പറഞ്ഞു. വണ്ടി വിട്ടു. കുറെ ഇങ്ങ് പോന്നപ്പോഴാ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അതെന്തോ കുഴപ്പത്തിനാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി നിർത്തി. ഇറങ്ങാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തേ ഇറങ്ങുന്നില്ല. പിടിച്ചെറുക്കുമെന്ന് പറഞ്ഞപ്പോ എങ്കിലും ഒന്ന് കാണാമെന്ന് പറഞ്ഞു. ഒറ്റ ഇരിപ്പ. സാറിനെ കണ്ട് എന്തോ പറയാനുണ്ട് പോലും. ഏതായാലും കുറച്ച് കാര്യം ചെയ്യും. അവളോട് ഞാൻ വരാൻ പറ. ഞാൻ മില്ലത്തിരിക്കാം. വണ്ടി നിൽക്കട്ടെ. എന്താ അവിടെ പോരാൻ പറഞ്ഞിട്ട് പോയാൽ മതി. ഓ, എന്താ പറഞ്ഞു? എന്തേലും വിശേഷമുണ്ടോ? നീ ഇപ്പോ ടൈപ്പിന് പോകുന്നില്ലേ? ഉണ്ട്. ടൈപ്പ് നല്ലതാ, ജോലി കിട്ടാൻ എളുപ്പമാണ്. ദിവസം പോകണ്ടേ? ഉണ്ട്. ഇന്നിപ്പോ അവിടുന്ന് വരുമ്പോഴാ അണ്ണന്റെ കാറ് കിടക്കുന്ന കണ്ടത്. അപ്പോഴ് അതിലൊന്ന് കയറണമെന്ന് ആശ തോന്നി. കേറി കഴിഞ്ഞപ്പോഴാ കൈ കാശില്ലെന്ന കാര്യം ഓർത്തത്. എങ്കിൽ പിന്നെ അണ്ണനോട് കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അത്രയുള്ളൂ. ഞാൻ വിചാരിച്ചു നീ ഇന്നത്തെ ചേച്ചിയെ പോലെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടുവരിക. ഞാൻ കളി പറഞ്ഞതാ. നീ ആമേ പിന്നെ ഇങ്ങനെയാണോ കളി പറയുന്നേ? ഒരു വയറ്റിൽ നിന്ന് പോന്നെന്ന് വെച്ചാൽ എല്ലാരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നീ ഇല്ലേ, നിന്നെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. അണ്ണനെ കാണണമെന്ന് തോന്നിയതുകൊണ്ടും കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇല്ല, അണ്ണനെ അറിഞ്ഞുകൂടാ.
എന്താടാ എന്താ വേണ്ടേ? റബ്ബർ കളഞ്ഞുപോയി, അങ്ങനെ പുതിയത് വാങ്ങിക്കണം. അമ്മയോട് ചോദിച്ചോ? ഇല്ല. പോയി ചോദിക്കടാ. എടാ ചിത്ര, എന്റെ പെട്ടി ഒന്ന് തുറക്കട്ടെ. ഇങ്ങോട്ട് വാ. പെട്ടി ഇങ്ങോട്ട് വാ. ജാനകി, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ റൂളിക്ക് റബ്ബറും കാശിനെന്നും പറഞ്ഞ് പിള്ളേരെ എപ്പോഴും കൂടി തള്ളിവിടരുതെന്ന്. അവളുടെ ഇന്നത്തെ ആ വരവും പോക്കും എന്തിനായിരുന്നു എന്ന് അറിയണമല്ലോ കുറുപ്പേ. അതെ, സംശയിക്കേണ്ട വർക്കമാണ്, അതുകൊണ്ടാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇന്നത്തെ നേരത്തിന് കാർ അവിടെ കൊണ്ടിട്ട് ഇന്ന് വിളിച്ചോണ്ട് വന്നാലോ? കേറിയില്ലെങ്കിലോ? കേറാതിരിക്കുമോ?